അരവിന്ദ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാരുടെ സമ്മർദ്ദം അടക്കം, പ്രത്യേകിച്ച് നമുക്കറിയാം തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നപ്പോൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് BLOമാർക്കൊക്കെ ഉണ്ട്. SIR ഫോമും കൂടെ വിതരണം ചെയ്യുമ്പോൾ അക്കാര്യങ്ങളൊക്കെ കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നോ സംസ്ഥാന സർക്കാർ? കഴിഞ്ഞ തവണ ഈ ഹർജിയിൽ വാദം കേട്ടപ്പോൾ BLOമാരുടെ ആത്മഹത്യ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചത് കേരളത്തിലെ BLOയുടെ ആത്മഹത്യ അടക്കം സമ്മർദ്ദത്തെ തുടർന്ന് അല്ല എന്നതാണ്. എന്തായാലും ഇതിന് പിന്നാലെ കൃത്യമായ വാദവും ഈ വിഷയത്തിൽ നടന്നിരുന്നു. കാരണം ഇത്തരം വാദങ്ങൾ BLOയുടെ ആത്മഹത്യ അടക്കം ഈ SIRലെ ജോലി സമ്മർദ്ദം എന്നുള്ള വാർത്ത അത് തെറ്റെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് SIR മാറ്റിവെക്കില്ല, സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഇത്തരം ഒരു പ്രശ്നമുള്ളതെന്നും അന്ന് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും നടപടികൾ 88% ഡിജിറ്റലൈസേഷൻ നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും SIR നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യമില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ SIR പ്രവർത്തനങ്ങൾ ബാധിക്കുന്നില്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ SIRനും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ അത് വെവ്വേറെയാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഹർജിക്കാർ പ്രധാനമായും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം SIR നടപടികൾ നീട്ടിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നതാണ്. പക്ഷേ ആ ആവശ്യം ഇന്ന് തള്ളുകയായിരുന്നു. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നതാണ് സുപ്രീം കോടതിയിൽ ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ, കാരണം മുസ്ലിം ലീഗിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായത് അഭിഭാഷകനായ ഹാരിസ് ബീരാനായിരുന്നു. ഹാരിസ് ബീരാന്റെ ഒരു പ്രതികരണം അല്പസമയത്തിനുണ്ടാകും. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്ന തോന്നുന്നു. എന്തായാലും കേരളത്തിലെ SIR നടപടികൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹാരിസ് ബീരാന്റെ പ്രതികരണത്തിലേക്ക് വെച്ചോളൂ. ഈ ആവശ്യത്തിലേക്ക് കോടതി കടക്കുന്നില്ല.